നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലേക്കുള്ളൊരു യാത്രയാണ് ജേർണലിംഗ് എന്ന് പറയുന്നത്. ഹായ്, ഞാൻ ദീപ. അപ്പോൾ ഇന്ന് ഞാൻ ജേർണലിങ്ങിനെ പറ്റിയാണ് പറയുന്നത്. ജേർണലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മുടെ കയ്യിലൊരു നോട്ട്ബുക്കോ ഡയറിയോ ഉണ്ടെങ്കിൽ എഴുതി തുടങ്ങുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ജേർണലിംഗ് തന്നെ പല രീതിയിലുണ്ട്. ട്രാവൽ ജേർണലിംഗ് ഉണ്ട്, പിന്നെ ബുള്ളറ്റ് ജേർണലിംഗ് ഉണ്ട്, ഡ്രീം ജേർണലിംഗ് ഉണ്ട്, ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് ഉണ്ട്, പേഴ്സണൽ ഡെയിലി ജേർണലിംഗ്, അങ്ങനെ റെസിപ്പി ജേർണലിംഗ്, അങ്ങനെ ഒത്തിരി ജേർണലിംഗ് ടൈപ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് പേഴ്സണൽ ജേർണലിങ്ങിനെ പറ്റിയിട്ടാണ്. അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഡെയിലി എഴുതുന്നതിനെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അത് ഡെയിലി ജേർണലിംഗ് ആയിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇപ്പം എൻ്റെ കേസ് പറയുവാണെങ്കിൽ ഞാൻ ഡെയിലി ജേർണലിംഗ് ഒന്നും ചെയ്യാറില്ല. ജേർണലിംഗ് ചെയ്യാറുണ്ട്, പക്ഷെ അത് ആഴ്ചയിൽ ഒരു 3-4 തവണ ചെയ്യും എന്നല്ലാതെ ഡെയിലി ചെയ്യാനായിട്ട് ഞാൻ ചിലപ്പോൾ ശ്രമിക്കാറില്ല. ഡെയിലി ജേർണലിംഗ് ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ്. അപ്പം എൻ്റെ ജീവിതത്തിൽ എനിക്ക് അതുകൊണ്ടുള്ള ബെനിഫിറ്റ്സ് ആണ് ഞാനിപ്പം ആദ്യം നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. എൻ്റെ കേസ് പറയുവാണെങ്കിൽ ഞാൻ എപ്പോഴും ജേർണലിംഗ് ചെയ്യുന്നത് ഒരു സങ്കടമോ പ്രയാസമോ ഉണ്ടെങ്കിൽ അതിൽ നിന്നൊന്ന് അതിലെ ടെൻഷൻ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ജേർണൽ ചെയ്തു തുടങ്ങുന്നത്. അപ്പോൾ മിക്കവാറും എഴുതി വരുമ്പോഴത്തേക്കും നമ്മൾ ഈ സങ്കടപ്പെടുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ വിഷമിക്കുന്ന കാര്യങ്ങളൊക്കെ വെറുതെയാണ് എന്നൊരു തോന്നലിലേക്ക് നമ്മൾ എത്താറുണ്ട്. ചില സമയത്ത് അതിനുള്ള സൊല്യൂഷൻ, ഇപ്പം നമുക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല, ചില കാര്യങ്ങളിൽ നമുക്ക് തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല, പലരുമായിട്ടും ഡിസ്കസ് ചെയ്തിട്ടും നമുക്ക് സ്വന്തമായൊരു തീരുമാനം എടുക്കാൻ പറ്റാത്ത അവസരത്തിലും ഞാനിങ്ങനെ ജേർണലിംഗ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു കൺക്ലൂഷനിലേക്ക് എത്താൻ പറ്റും, ഒരു സൊല്യൂഷൻ കൊണ്ടുവരാനായിട്ട് ഒക്കാറുണ്ട്. അതുപോലെ തന്നെ ഒത്തിരി വർഷങ്ങളായിട്ട് ജേർണലിംഗ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് നമ്മുടെ ജേർണൽ ബുക്കുമായിട്ടൊരു കണക്ഷൻ ഫീൽ ചെയ്യും ചില സമയത്ത്. ഇപ്പം ചില അവസരങ്ങളിൽ നമുക്ക് ചില സങ്കടങ്ങൾ അല്ലെങ്കിൽ ചില പ്രയാസങ്ങൾ നമുക്ക് വേറൊരാളോട് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റാത്തതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. വളരെ അടുത്ത ആൾക്കാരോട് പോലും നമുക്ക് ചിലപ്പോൾ ആ കാര്യങ്ങളൊന്നും പറഞ്ഞൊന്ന് ആശ്വസിക്കാനായിട്ട് പറ്റാത്തൊരവസരമുണ്ട്. ആ ടൈമിൽ ഈ ജേർണലിംഗ് എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പം നമ്മൾ എഴുതി വരുമ്പോഴത്തേക്കും ഒരു ഡീപ്പ് കണക്ഷനാണ് നമുക്ക് തോന്നുന്നത്. ആ ഒരു ജേർണൽ ബുക്കുമായിട്ട് ഒരു ഡീപ്പ് കണക്ഷനാണ്. അതായത് നമ്മളോട് തന്നെ ഒരു സംസാരിക്കുന്ന ഒരു രീതിയാണ്. ചിലപ്പോൾ നമ്മൾ ഇപ്പം നമ്മുടെ തലയ്ക്കകത്തിരിക്കുന്നത് ഒരു രീതി, ഒരു വേ ഓഫ് അപ്രോച്ച് ആണെങ്കിൽ നമ്മൾ എഴുതി വരുമ്പോൾ നമ്മളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്താണ് എന്നുള്ളത് ക്ലിയർ ആയിട്ട് അല്ലെങ്കിൽ ക്ലാരിറ്റി കൂടി വരുന്നതായിട്ട് തോന്നാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഒത്തിരി അടുപ്പമുള്ള ഒരാളോട് സംസാരിച്ച് നമ്മളുടെ വിഷമങ്ങൾ പറഞ്ഞ് തീരുന്ന പോലത്തെ ഒരു സമാധാനമാണിത് എഴുതി കഴിയുമ്പോൾ എനിക്ക് സാധാരണ തോന്നാറ്. ഇതെല്ലാം എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. ക്ലാരിറ്റി ഇല്ലാത്ത അവസ്ഥ, സങ്കടപ്പെടുന്ന അവസ്ഥ, അല്ലെങ്കിൽ എന്തെങ്കിലും വിഷമമുള്ളപ്പോൾ, ഒരു തീരുമാനം എടുക്കാൻ ബുദ്ധിമുട്ടുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ഗോൾസിലേക്ക് നമ്മൾ പോകുന്നില്ല, അല്ലെങ്കിൽ നമ്മളുടെ ലക്ഷ്യങ്ങൾ നമുക്ക് എത്തിപ്പിടിക്കാൻ ഒക്കുന്നില്ല, അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന തടസ്സങ്ങൾ, ഇതെല്ലാം നമ്മളോട് തന്നെ നമ്മുടെ ഒരു ഇന്നർ സെൽഫിനോട് സംസാരിക്കുന്ന പോലെ ഒരു ഫീലിംഗ് ആണ്. അപ്പോൾ ഭയങ്കര റിലാക്സ്ഡ് ആവും. ഒത്തിരി ടെൻഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒത്തിരി മാറും. സങ്കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഏതാണ്ട് കരഞ്ഞു തീരുന്ന ഒരു അവസ്ഥയാണ്. ചില സങ്കടങ്ങൾക്ക് നമുക്ക് സങ്കടം ഉണ്ടാവും, പക്ഷെ നമുക്ക് കരയാൻ പറ്റത്തുമില്ല. ആ ഒരു അവസ്ഥയിൽ ഇരിക്കുന്ന സമയത്താണെങ്കിലും ജേർണൽ ചെയ്യുന്ന സമയത്ത് അറിയാണ്ട് കരഞ്ഞു പോകാറുണ്ട്. അപ്പം എല്ലാം ഒന്ന് പെയ്തൊഴിയുന്ന പോലത്തെ ഒരു അവസ്ഥയാണ്. ഇതെൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. എല്ലാവർക്കും ഇതുപോലെ തന്നെയാണോ എന്ന് എനിക്കറിയത്തില്ല. മേ ബി ഞാൻ കുഞ്ഞിലെ തൊട്ടേ ജേർണലിംഗ് ചെയ്തു വരുന്ന ഒരാളായതുകൊണ്ടായിരിക്കാം എനിക്ക് ഇത്രയും ഒരു കണക്ഷൻ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ഞാൻ പറഞ്ഞത് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് ജേർണലിംഗ് കൊണ്ട് നിങ്ങൾക്കുണ്ടാവാൻ ചാൻസ് ഉള്ള ഗുണഗണങ്ങളെ പറ്റിയിട്ടാണ്. അതുപോലെ പൊതുവെ പറയപ്പെടുന്ന ജേർണലിങ്ങിൻ്റെ ഗുണങ്ങളാണ് കേട്ടോ. അപ്പോൾ അതിലൊന്നാമത്തെന്ന് പറയുന്നത് നമ്മുടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന നമ്മളുടെ ചിന്തകളെയും അല്ലെങ്കിൽ നമ്മൾ എന്തായിത്തീരണം, നമുക്ക് നമ്മുടെ ഇഷ്ടങ്ങൾ എന്താണ് എന്നൊക്കെ ഒന്ന് അടുക്കി പെറുക്കി ഒന്ന് നമ്മളെ തന്നെ ഒന്ന് റിയലൈസ് ചെയ്യിപ്പിക്കാനായിട്ടുള്ള ഒരു അടിപൊളി വേ ആണ് ജേർണൽ ചെയ്യുക എന്നുള്ളത്. അതായത് നമ്മളിങ്ങനെ വെറുതെ ഇരുന്ന് ചിന്തിക്കുമ്പോഴത്തേക്കും നമ്മുടെ തലയ്ക്കകത്തൂടെ ഒത്തിരി സംഭവങ്ങൾ പോവും. പക്ഷെ സ്ഥിരമായിട്ട് നമ്മൾ ഒരു ബുക്ക് എടുത്ത് നമ്മളുടെ ചിന്തകളെല്ലാം ഒന്ന് എഴുതാൻ തുടങ്ങുമ്പോഴത്തേക്കും
അതിൻ്റെ ഒരു ഫാസ്റ്റ്നെസ്, അതായത് ആ ചിന്തിക്കുന്നതിൻ്റെ ആ ഒരു എന്താണ് ഒരു സ്പീഡ് ഒന്ന് കുറഞ്ഞിട്ട് നമ്മുടെ എഴുതുന്നതിൻ്റെ സ്പീഡിനോടൊപ്പം എത്തുകയും അപ്പോൾ നമ്മളുടെ ഉള്ളിലുള്ള കാര്യങ്ങളെല്ലാം ഓട്ടോമാറ്റിക്കലി ബുക്കിലേക്ക് വരികയും ചെയ്യും. അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ആക്ച്വലി എന്താണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് നമ്മളുടെ ഇഷ്ടങ്ങൾ, എന്തിലേക്കാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയിട്ടൊക്കെയുള്ളൊരു ഐഡിയ നമുക്ക് ഈ ജേർണലിംഗ് വഴി കിട്ടും. ഡെയിലി ജേർണലിംഗ് എഴുതുന്ന ആൾക്കാരുണ്ട്. ഡെയിലി ജേർണലിംഗ് എഴുതുന്നവർക്ക് മെമ്മറി ബൂസ്റ്റ് ചെയ്യാനുള്ളൊരു അടിപൊളി എക്സസൈസ് ആണത്. അതായത് ഒരു ദിവസം വൈകിട്ടായിരിക്കും ജേർണലിംഗ് ചെയ്യാനിരിക്കുന്നത്, അല്ലെങ്കിൽ എല്ലാ ദിവസവും രാവിലെ ആയിരിക്കും. 2 കേസ് ആണെങ്കിലും നമ്മൾ ഡെയിലി ജേർണലിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ദിവസം നടന്ന എല്ലാ കാര്യങ്ങളും എഴുതി വെക്കുക എന്നുള്ളൊരു ഐഡിയ ആണ്. അല്ലെങ്കിൽ ഒരു ദിവസം എനിക്ക് സംഭവിച്ച കാര്യങ്ങൾ, നല്ലത് ചീത്ത ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എഴുതുക എന്നുള്ളതാണ്. ഇതെന്ന് പറയുമ്പോൾ നമ്മൾ ഓർത്തെടുക്കണം അല്ലേ, ഒരു 24 hours അല്ലെങ്കിൽ 12 hours ആ ഒരു ടൈമിൽ എന്തൊക്കെയാണ് നടന്നത് എന്ന് സീക്വൻസ് ഓർഡറിൽ നമ്മൾ ഓർത്തെടുത്തിട്ട് തന്നെ നമ്മൾ എഴുതുന്നത്. അപ്പോൾ അത് നമ്മുടെ മെമ്മറീനെ ഒത്തിരി ബൂസ്റ്റ് ചെയ്യിക്കുന്നൊരു എക്സസൈസാണ്. അപ്പോൾ ഇനി അടുത്തെന്ന് പറയുന്നത് നമുക്ക് വർഷങ്ങളായിട്ടുള്ള സ്ട്രെസ്, ആൻസൈറ്റി അല്ലെങ്കിൽ നമുക്ക് വേദന തരുന്നതായിട്ടുള്ള എന്തെങ്കിലും ഓർമ്മകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് എഴുതി തീർക്കുവാണെങ്കിൽ നമുക്ക് ഒത്തിരി റിലീഫ് അനുഭവിക്കാൻ പറ്റും, ഒത്തിരി നമുക്കൊരു ശാന്തത അനുഭവിക്കാൻ പറ്റും. ഇത് പൊതുവെ ജേർണലിങ്ങിൻ്റെ ഒരു മെയിൻ ഗുണമായിട്ട് പറയുന്നതാണ്. അതൊരു സ്ട്രെസ് മാനേജ്മെന്റ് തെറാപ്പി എന്ന് പറയാം, ഫ്രീ ആയിട്ടുള്ളൊരു സ്ട്രെസ് മാനേജ്മെന്റ് തെറാപ്പിയാണ്. ഇപ്പം എൻ്റെ കേസിലാണെങ്കിലും എനിക്ക് എൻ്റെ ഈ അസുഖങ്ങൾ, അതായത് ഫൈബ്രോമാൽജിയ പോലെയുള്ള ശാരീരികമായിട്ടുള്ള വിഷമതകൾ, അതുപോലെ തന്നെ എൻ്റെ ലൈഫിൽ സംഭവിച്ച മിക്ക കാര്യങ്ങളും, ഈവൻ എൻ്റെ കുഞ്ഞിനെ പ്രഗ്നൻ്റ് ആയിരുന്നപ്പം ഉണ്ടായിരുന്ന സംഭവങ്ങൾ, അതുപോലെ എൻ്റെ ജോലിയിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾ, ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടപ്പോൾ ഉണ്ടായിരുന്ന സ്ട്രെസ്, ടെൻഷൻ, ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം എല്ലാത്തിൽ നിന്നും ഞാൻ രക്ഷപ്പെട്ടത് ഈ ജേർണലിംഗ് ത്രൂ ആണ്. അപ്പോൾ അത് എൻ്റെ ഒരു കേസിൽ ഒരു സ്ട്രെസ് മാനേജ്മെന്റ് തെറാപ്പി ആയിട്ട് തന്നെയാണ് ജേർണലിങ്ങിനെ ഞാൻ കണ്ടുവന്നത്. അത് തന്നെയാണ് ജേർണലിങ്ങിനെ ഏറ്റവും കൂടുതൽ എല്ലാവരിലേക്കും ആക്സെപ്റ്റ് ചെയ്യിക്കുന്ന രീതിയിൽ ജേർണലിങ്ങിന് എത്തുന്നതിൻ്റെ ഒരു മെയിൻ റീസൺ ഈ സ്ട്രെസ് മാനേജ്മെന്റ് തെറാപ്പിയാണ്. എല്ലാവരും സജസ്റ്റ് ചെയ്യുന്ന ഒരു എക്സസൈസ് കൂടിയാണ് ഈ ജേർണലിംഗ് എന്ന് പറയുന്നത്. ഇനി അടുത്തെന്ന് പറയുന്നത് നമുക്ക് വളരെ അടുത്ത ഒരാളോട് പോലും പറയാൻ പറ്റാത്ത വിഷമതകളും സീക്രട്സും ഒക്കെ കാണും. അത് നമ്മുടെ മനസ്സിലിരിക്കും തോറും നമുക്ക് വിഷമങ്ങളും ടെൻഷനും ഒക്കെ കൂടി വരത്തേ ഉള്ളൂ. അപ്പം അത് നമ്മൾ ജേർണൽ ചെയ്യുന്നത് വഴി നമുക്ക് ഒത്തിരി റിലീഫ് അനുഭവിക്കാൻ പറ്റും. അപ്പം നമ്മൾ ഹാപ്പി ആയിട്ട് ഇരിക്കുകയും ചെയ്യും. ഈവൻ റിലേഷൻഷിപ്പിൽ പോലും നമുക്ക് ചിലപ്പം പറയാൻ പറ്റാത്തതായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ജേർണൽ ചെയ്യുന്നത് വഴി നമ്മളൊന്ന് റിലാക്സ്ഡ് ആവാനും ഒന്ന് ഹാപ്പി ആവാനും പറ്റും എന്നുള്ളതാണ്. ഒൺലി തിങ് ഇസ് ഈ ജേർണൽ ചെയ്യുന്ന ബുക്ക് വളരെ വളരെ പ്രൈവറ്റ് ആണ്. അത് വേറെ ആരെയും കാണിക്കാൻ പാടില്ല എന്നുള്ളത് മാത്രമാണ്. അത് മാത്രമാണ് ഇതിനകത്ത് നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഇനി അടുത്തെന്ന് പറയുന്നത് നിങ്ങളുടെ ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് ജേർണലിംഗ് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. അപ്പം എൻ്റെ കേസ് തന്നെ എടുക്കാൻ, ഞാൻ 6ാം ക്ലാസ് തൊട്ട് ജേർണലിംഗ് ചെയ്യാൻ തുടങ്ങിയതാണ്. കിട്ടുന്ന എല്ലാ ഡയറിയിലും ഓരോ കാര്യങ്ങൾ എഴുതിക്കൊണ്ടേയിരിക്കും. ആ ഒരു എഴുത്ത് തന്നെ ആയിരിക്കാം ഇപ്പോൾ എനിക്ക് ബ്ലോഗ് എഴുതാനാണേലും, അത് ഇംഗ്ലീഷ് ആയാലും മലയാളമായാലും എഴുതാനുള്ളൊരു കേപ്പബിലിറ്റി കൊണ്ടുവന്നതെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. കാരണം അല്ലാതെ എനിക്ക് വേറെ എഴുതേണ്ട കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. സോ 6ാം ക്ലാസ് തൊട്ടുള്ള ആ ഒരു പ്രാക്ടീസ് തന്നെ ആയിരിക്കും എനിക്ക് എഴുതാനുള്ളൊരു കഴിവ് കൊണ്ടുവന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ജേർണലിംഗും കൊണ്ട് നമ്മൾ സ്ഥിരമായിട്ട് എഴുതുമല്ലേ, എല്ലാ ദിവസവും നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തെ പറ്റി എഴുതുമല്ലേ. അപ്പം നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷിൽ എഴുതാം, മലയാളം ഇംപ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മലയാളത്തിൽ എഴുതാം. ഇനി രണ്ടും കൂടെ മിക്സ് ചെയ്ത് എഴുതണമെങ്കിൽ അങ്ങനെയും എഴുതാം. ജേർണലിങ്ങിന് പ്രത്യേകിച്ച് റൂൾസും റെഗുലേഷൻസും ഒന്നും ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എഴുതാം. അത് എങ്ങനെയായാലും നിങ്ങൾക്ക് ബെനിഫിറ്റ് ചെയ്യത്തേ ഉള്ളൂ. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ജേർണലിംഗ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് തന്നെ എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, ജീവിതത്തിൽ നമ്മൾ എപ്പോഴെങ്കിലും ഒന്ന് സ്റ്റക്കായി നിൽക്കുവാണ് അല്ലെങ്കിൽ ഒന്ന് തിരിഞ്ഞു നോക്കുവാണെങ്കിൽ നമ്മൾ ഏത് വഴിയാണ് വന്നത് അല്ലെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങളിലൂടെയാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത് എന്ന് മനസ്സിലാക്കാനുള്ളൊരു വഴിയാണ് ജേർണലിംഗ്.
ഇപ്പം എൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ നിൽക്കുന്നതും തൊട്ട് മുന്നേ ഞാൻ അതായത് ഇത്രയും വർഷങ്ങളായിട്ട് എഴുതിയിട്ടുള്ള ബുക്കുകൾ എടുത്ത് നോക്കുമ്പോൾ തന്നെ നമ്മൾ ആലോചിക്കും എന്തെന്ത് പ്രതിസന്ധികൾ തരണം ചെയ്തിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പം ഞാൻ ചില സമയത്ത് ഒത്തിരി വിഷമിച്ച ഘട്ടങ്ങളുണ്ട്. അതായത് അയ്യോ ഇനി എന്ത് പറ്റും, ഇനി ഇപ്പം ജീവിതം അവസാനിച്ചു, തീർന്നു, ഇനി മുന്നോട്ട് ഇല്ല എന്നൊക്കെ വിചാരിച്ചെടുത്തുനിന്ന് നമ്മൾ ഇത്രയിടം വരെ എത്തിയെങ്കിൽ ആ ടൈമിൽ അനുഭവിച്ചിരുന്ന സ്ട്രെസ്സും കാര്യങ്ങളും ഒക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ആയിരുന്നു എന്ന് വരെ നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു സാധനമാണ് ഈ ഒരു ജേർണലിംഗ് എന്ന് പറയുന്നത്. കാരണം നമ്മുടെ ലൈഫ് നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ചേക്കുവാണ്, വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് റെക്കോർഡ് ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പോൾ എൻ്റെ 6ാം ക്ലാസ് തൊട്ട് ഒരു 10ാം ക്ലാസ് വരെയുള്ള കാര്യങ്ങളൊന്നും ഇപ്പം എൻ്റെ കയ്യിലില്ല. അതൊക്കെ വീട്ടിൽ അമ്മയുടെയൊക്കെ കയ്യിലുണ്ട്. അപ്പോൾ അവരിടയ്ക്കൊക്കെ എടുത്ത് വെച്ച് വായിച്ചു നോക്കിയിരുന്ന് ചിരിക്കാറൊക്കെ ഉണ്ട്. എങ്കിലും ഒരു കണ്ടിന്യൂസ് ആയിട്ട് എഴുതി തുടങ്ങിയത് നമ്മളൊരു കോളേജൊക്കെ കഴിഞ്ഞ് ഒരു ജോലിക്കൊക്കെ കയറി തുടങ്ങിയപ്പോഴാണ് ഒത്തിരി നമുക്ക് എഴുതേണ്ടി വരുന്ന അവസ്ഥകളുണ്ടായത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമവും സങ്കടമൊക്കെ വരുമ്പോഴാണ് എഴുതി തുടങ്ങുന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും എല്ലാം നമ്മളെപ്പോഴും എഴുതും. അതിൽ നിന്നൊരു സൊല്യൂഷൻ കൊണ്ടുവരുന്നതും അതിൽ നിന്ന് പുറത്ത് കിടക്കുന്നതുമായ കാര്യങ്ങളെല്ലാം എഴുതി വയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പം ഇപ്പോൾ അത് വായിച്ചു നോക്കുമ്പോൾ ഓക്കെ, ഇന്നിന്ന കാര്യങ്ങളിൽ കൂടിയാണ് നമ്മൾ വന്നത്. സോ ഇപ്പം ഞാൻ അഭിമുഖീകരിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് സില്ലിയാണ്, ഇതും കടന്നു പോകും എന്നൊരു പോസിറ്റീവ് തിങ്കിങ്ങിലേക്ക് വരാനായിട്ട് അത് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാരണം റെക്കോർഡിക്കലി നമ്മൾ എങ്ങനെയാണ് വന്ന വഴി മറക്കാതിരിക്കാനായിട്ട് ജേർണലിംഗ് ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും നേരം ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസും പിന്നെ ജേർണലിംഗിൻ്റെ അഡ്വാൻറ്റേജസും ഒക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി നിങ്ങൾക്ക് ജേർണലിംഗ് സ്റ്റാർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ എൻ്റെ വക കുറച്ച് ടിപ്സാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പം ജേർണലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് നിങ്ങൾക്ക് ഏത് രീതി വേണമെങ്കിലും എടുക്കാം. ഏതെങ്കിലും ഒരു ബുക്കോ നോട്ട്ബുക്കോ കൊണ്ട് നമുക്ക് ജേർണലിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഒരു ഡയറി ആയാലും പഴയൊരു ഡയറി ആയാലും നമുക്ക് ജേർണലിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന ബുക്ക് തന്നെ വേണമെന്നൊരു നിർബന്ധവും ഇല്ല. പിന്നെ അത് എഴുതുന്നത് നമുക്ക് പേപ്പറിലും ഒരു ബുക്കിൽ കൈകൊണ്ട് എഴുതണം എന്നൊരു നിർബന്ധമില്ല. നിങ്ങൾക്ക് വേണേൽ ഇലക്ട്രോണിക് മീഡിയംസ് യൂസ് ചെയ്യാം. ഇപ്പം ജേർണലിങ്ങിന് വേണ്ടിയിട്ടുള്ള ആപ്സ് ഇറങ്ങിയിട്ടുണ്ട്. അല്ലാതെ ഓൺലൈനായിട്ട് നമുക്ക് ഓരോ ജേർണലിങ്ങിൻ്റെ വെബ്സൈറ്റ്സ് ഉണ്ട്. നമുക്ക് അതിൽ ലോഗിൻ ചെയ്തിട്ട് അതിൽ എഴുതാവുന്നതാണ്. അല്ലാണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് അല്ലാതെ ഇപ്പോൾ വേർഡിലോ വല്ലോ എഴുതി വെക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. പണ്ട് ഞാൻ ഇടയ്ക്ക് കുറച്ച് നാൾ എപ്പോഴും ഒരു പ്രത്യേകമായിട്ടൊരു ഇമെയിൽ ID, ഒരു ഇമെയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അതിലേക്ക് ഞാൻ എഴുതുമായിരുന്നു. പക്ഷെ എനിക്ക് പേഴ്സണലി എപ്പോഴും ഒരു ബുക്ക് എടുത്ത് അതിൽ പേന വെച്ച് പതുക്കനെ സമാധാനത്തിലിരുന്ന് എഴുതുന്നതാണ് കുറച്ച് എളുപ്പമായിട്ട് തോന്നിയതും കുറച്ച് റിലേറ്റ് ചെയ്യാനും കുറച്ച് സന്തോഷം കൂടുന്നതായിട്ടും തോന്നിയത് അതാണ്. കാരണം പിന്നെ നമുക്ക് മറിച്ച് നോക്കാൻ പെട്ടെന്ന് തന്നെ. അങ്ങനെ ഒരു ആവശ്യം കൊണ്ട് എനിക്ക് പേഴ്സണലി എനിക്ക് കൈകൊണ്ട് എഴുതുന്നത് തന്നെയാണ് ഇഷ്ടം. നിങ്ങൾക്ക് ഏത് ഇത് വേണമെങ്കിലും ട്രൈ ചെയ്യാം. അപ്പോൾ ജേർണലിംഗ് ഒരു ശീലമായിട്ട് തന്നെ കൊണ്ടുപോകണം എന്നാണെങ്കിൽ നിങ്ങൾ ഒരു പ്രത്യേകമായിട്ടൊരു സമയം സെറ്റ് ചെയ്യുക. അത് ഓരോരുത്തർക്ക് ജേർണൽ ചെയ്യുക എന്ന് പറയുന്നത് ഓരോ ടൈം ആയിരിക്കും ഇഷ്ടം. ചിലർക്ക് അതിരാവിലെ ചെയ്യുന്നതായിരിക്കും ഇഷ്ടം, ചിലർക്ക് വൈകിട്ട് കിടക്കുന്നതിന് മുന്നേ ചെയ്യുന്നതായിരിക്കും ഇഷ്ടം. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഇഷ്ടം ഏതാണെന്ന് രാവിലെയും വൈകിട്ടും ഒക്കെ ഒന്ന് എഴുതി നോക്കിയിട്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ട് സമാധാനമായിട്ട് എഴുതാൻ പറ്റുന്ന ഒരു അവസ്ഥ എപ്പോഴാണെന്ന് കണ്ടുപിടിച്ചിട്ട് അതിനൊരു ടൈം ഫിക്സ്ഡ് വെക്കുക. അതൊരു ഹാബിറ്റായിട്ട് ഡെവലപ്പ് ചെയ്യുക. ഹാബിറ്റ് എങ്ങനെ ഡെവലപ്പ് ചെയ്യണം എന്നൊക്കെ ഉള്ളതിനെ പറ്റി ഞാൻ ഓൾറെഡി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഹാബിറ്റ് ട്രാക്കറൊക്കെ വെച്ച് നമ്മൾ ട്രാക്ക് ചെയ്ത് കൊണ്ടുപോവുക. ഒരു 2-3 ആഴ്ച കൊണ്ട് തന്നെ നിങ്ങളിത് യൂസ് ടു ആവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഫിക്സഡ് ടൈം വയ്ക്കുക, ആ ടൈമിൽ തന്നെ എഴുതാനായിട്ട് നോക്കുക. എൻ്റെ കേസ് പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കരമായ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് രാവിലെ എണീറ്റ് അതായത് ഭയങ്കര സ്റ്റില്ലായിട്ട് നിൽക്കുന്ന ഒരു ടൈം, പ്രകൃതി മൊത്തം സ്റ്റില്ലായിട്ട് നിൽക്കുന്നൊരു സമയം എഴുതാനാണ് എനിക്കിഷ്ടം. ഇല്ലെങ്കിൽ കാഷ്വലായിട്ട് എഴുതുക എന്നുള്ളത്, അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ച കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യുക. വളരെ മൈൻഡ് കാമായിട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണെങ്കിൽ വൈകിട്ട് എഴുതാനാണ് ഇഷ്ടം. വൈകിട്ടെന്ന് പറയുമ്പം രാത്രി കിടക്കുന്നതിന് തൊട്ട് മുന്നേ അല്ല, അതായത് അത്താഴത്തിനും ഒക്കെ മുന്നേ എഴുതുന്നതാണ് ഇഷ്ടം. പിന്നെ മിക്കവർക്കും എന്തെഴുതും, ഈ ജേർണലിംഗ് എന്ന് പറഞ്ഞാൽ എന്തെഴുതും എന്നൊരു കൺഫ്യൂഷനാണ്. അപ്പം നമുക്കൊരു
എന്തെഴുതും എന്ന് നമുക്കറിയാത്ത പക്ഷം നമുക്ക് ഓരോ ദിവസത്തെ കാര്യങ്ങൾ എഴുതി തുടങ്ങാം. അതായത് ഇന്നത്തെ ദിവസം എന്ത് സംഭവിച്ചു എന്നുള്ളതിനെ പറ്റി എഴുതി തുടങ്ങാം. അതിപ്പോൾ രാവിലെ എണീറ്റു, ഞാൻ അത് ചെയ്തു, ഇത് ചെയ്തു, ഇപ്പം ഉച്ചയ്ക്ക് ഊണിന് ഇന്ന കറി വെച്ചു, അല്ലെങ്കിൽ ഇന്ന് ബോസിന്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചു, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ നമുക്ക് എഴുതാം. പതിയെ എഴുതി വരുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും ഇത് നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല, ഇല്ലെങ്കിൽ ഇത് നമുക്ക് ഒഴിവാക്കാം, ഇതാണ് കാതലായ കാര്യം, അത് നമുക്ക് എഴുതാം, അതിനെപ്പറ്റി അനലൈസ് ചെയ്യാം എന്നൊക്കെയുള്ളൊരു തോന്നൽ നമുക്ക് കുറേ അങ്ങോട്ട് എഴുതി കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു ഐഡിയ കിട്ടും. അപ്പോൾ തുടക്കത്തിൽ ഡേ ടു ഡേ കാര്യങ്ങൾ നമ്മൾ എഴുതി തുടങ്ങുക. അത് അങ്ങനെ ഒരു പ്രാക്ടീസ് കൊണ്ടുവരാം. അത് കഴിയുമ്പം നമ്മൾ ഈ എഴുതുന്ന കാര്യം മൂന്നാമതായിട്ട് ഒരാൾ നോക്കി അനലൈസ് ചെയ്യുന്ന പോലെ എഴുതാം. അതായത് നമ്മുടെ കാര്യം തന്നെ വേറൊരാൾ അതിനെപ്പറ്റി അഭിപ്രായം പറയുന്ന പോലെ എഴുതാം. ഞാൻ ചെയ്യാറുള്ള കാര്യമാണ്. പിന്നെ വിമർശിച്ചെഴുതാം. നമ്മളെ തന്നെ വിമർശിച്ചെഴുതാം. ഞാൻ ഇന്ന് ചെയ്ത ആ കാര്യം ശരിയായില്ല, അതിങ്ങനെ ചെയ്യാമായിരുന്നു, അല്ലെങ്കിൽ നാളെ അതിനിങ്ങനൊരു പ്രതിവിധി കൊണ്ടുവരാം, അല്ലെങ്കിൽ ഇങ്ങനെ നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് വിമർശിച്ച് എഴുതാം. അപ്പോൾ ഏതൊരു സ്റ്റൈലാണ് നിങ്ങൾക്ക് ആപ്ലിക്കബിൾ എന്നുള്ളത് എഴുതി വരുമ്പോഴേ അറിയത്തുള്ളൂ. അപ്പൊ അങ്ങനെ ദിവസമുള്ള കാര്യങ്ങളും നമ്മളെ വിമർശിച്ചുള്ള കാര്യങ്ങളും ഒക്കെ എഴുതി വരുമ്പോഴത്തേക്കും കുറെ അങ്ങോട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മൾ യൂസ് ടു ആവും എന്താണ് ജേർണലിംഗ് എന്നുള്ളതിനെ പറ്റി ഒരു ഐഡിയ നമുക്ക് തന്നെ കിട്ടും, അല്ലെങ്കിൽ നമുക്ക് എന്താണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് കിട്ടും. അതിനുശേഷം ഇപ്പം ഡെയിലി തന്നെ എഴുതണമെന്നില്ല, ഇപ്പൊ 2-3 ദിവസം കൂടുമ്പോൾ എഴുതിയാലും മതി. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും ഒരു വിഷയത്തെ പറ്റി, ഇന്നിപ്പോൾ പത്രത്തിൽ വായിച്ചൊരു വിഷയം ഒത്തിരി ഡിസ്റ്റർബ് ചെയ്തെങ്കിൽ അതിനെപ്പറ്റി എഴുതാം. അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ പാസ്റ്റിൽ സംഭവിച്ച എന്തെങ്കിലും ഒരു ഇൻസിഡന്റ്, ഒരു സങ്കടപ്പെടുത്തുന്നതോ സന്തോഷം ഉണ്ടായിരുന്നതോ, അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ ലൈഫ് ഇവന്റ്സിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് എഴുതാം. അത് എഴുതി വരുമ്പോഴത്തേക്കും കുറെ അങ്ങോട്ട് എഴുതി വരുമ്പോഴത്തേക്കും കുറെ അങ്ങോട്ട് എഴുതി വരുമ്പോഴത്തേക്കും നമുക്കൊരു എന്താണ് സെൽഫ് റിയലൈസേഷൻ ഉണ്ടാവും, നമുക്കൊരു കണക്ഷൻ ഫീൽ ചെയ്യും. പിന്നെ നമുക്ക് ഓരോ പ്രാവശ്യം ജേർണലിംഗ് ചെയ്യുമ്പോഴും ഉള്ളൊരു ഫീലിംഗ് എന്ന് പറയുന്നത് അത് എനിക്കിപ്പോൾ പറഞ്ഞു തരാൻ ഒക്കത്തില്ല, നിങ്ങൾ തന്നെ എഴുതി കണ്ടെത്തേണ്ട ഒരു കാര്യമാണ്. ആ ഒരു ഫീലിംഗ് എന്ന് പറയുന്നത് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത ഒരു അനുഭവമാണ്. അത് നിങ്ങൾ തന്നെ ചെയ്തു നോക്കി എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇപ്പൊ ജേർണലിംഗ് എന്ന് പറയുമ്പം എഴുതുക എന്നുള്ളത് മാത്രമല്ല, പല രീതിയിലുള്ള ജേർണലിംഗ് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ അതിൽ നമുക്ക് ഫോട്ടോസ് ഒട്ടിക്കാം, സ്റ്റിക്കേഴ്സ് ഒട്ടിക്കാം, വരയ്ക്കാം, നമ്മുടെ ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള എന്തെങ്കിലും കഴിവുകളുണ്ടെങ്കിൽ അത് നമുക്ക് അതിനകത്ത് കാണിക്കാം. ജേർണലിംഗ് എന്ന് പറയുമ്പോൾ എഴുതി തന്നെ തീർക്കണം എന്നില്ല, ചിലർക്ക് വരയ്ക്കാനായിരിക്കും ഇഷ്ടം. സോ അന്ന് നടന്ന കാര്യങ്ങളെപ്പറ്റി വരയ്ക്കാം, ഡൂഡ്ലിംഗ് ചെയ്യാം, അങ്ങനെ പല കാര്യങ്ങളും ചെയ്യാം കേട്ടോ. പിന്നെ ഈ ജേർണലിംഗ് എപ്പോഴും നമ്മുടെ ഒരു വളരെ ടു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് ഈവൻ നമ്മളുടെ വളരെ അടുത്ത ആൾക്കാരെ പോലും കാണിക്കാൻ പാടില്ല എന്നുള്ളതാണ്. കാരണം എന്താന്ന് വെച്ചാൽ വേറൊരാൾ കാണും എന്ന് ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ജേർണലിംഗിൽ ട്രൂത്ത്ഫുൾ ആയിരിക്കില്ല. നമ്മൾ ട്രൂ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അതിൽ എഴുതൂല, വേറൊരാൾ വായിക്കുന്നതാണല്ലോ. അപ്പൊ നമ്മളെ തന്നെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് എഴുതാനേ നോക്കത്തുള്ളൂ. അതേസമയം ആരും കാണില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ട്രൂ ആയിട്ട് നമ്മളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ അതിൽ എഴുതും. സോ ജേർണലിംഗ് ചെയ്യുന്നത് വേറെ ആരും കാണാൻ പാടില്ല എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. വേറെ ആരെയും വായിക്കാൻ കൊടുക്കരുത്. നിങ്ങൾക്ക് ചെറിയൊരു പോർഷനൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കാം, പക്ഷേ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ ഇത് കൊടുക്കരുത് എന്നുള്ളതാണ്. ചെറിയ പോർഷൻ, ഇപ്പം നിങ്ങളുടെ ഒരു തോട്ട് പ്രോസസ്സ് എന്താണെന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് വേറൊരാളെ കാണിക്കണം എന്നുണ്ടെങ്കിൽ ഒരു ചെറിയ പോർഷൻ ഓഫ് ഇത് സ്ക്രീൻഷോട്ട് എടുത്തിട്ടോ ഫോട്ടോ എടുത്തിട്ടോ കൊടുക്കാം. പക്ഷെ എന്ന് വെച്ചിട്ട് ആ ഡയറി മൊത്തത്തിൽ നിങ്ങൾ വേറെ ആർക്കും വായിക്കാനായിട്ട് കൊടുക്കരുത്. എങ്കിൽ നിങ്ങളുടെ ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആവില്ല, നിങ്ങൾക്ക് അതുമായിട്ടൊരു നീതി പുലർത്താനായിട്ട് ഒക്കത്തില്ല. അപ്പോൾ ദ മോസ്റ്റ് ഇഫക്റ്റീവ് സ്ട്രെസ് മാനേജ്മെന്റ് തെറാപ്പി, ഫ്രീ ആയിട്ടുള്ള ഒരു തെറാപ്പിയാണ് ജേർണലിംഗ് എന്ന് പറയുന്നത്. നിങ്ങളുടെ സ്ട്രെസ് ഒത്തിരി കുറയും, ടെൻഷൻസ് ഒത്തിരി കുറയും, നിങ്ങൾ കൂടുതൽ ഹാപ്പി ആവാം. എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്തത്. അതുപോലെ നിങ്ങൾക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ചെറിയ ടിപ്സും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ പറ്റി എന്താണ് അഭിപ്രായം? ജേർണലിങ്ങിനെ പറ്റി എന്താണ് അഭിപ്രായം? നിങ്ങൾ ജേർണലിംഗ് പ്രാക്ടീസ് ചെയ്യുന്ന ആളാണോ? ഇല്ല തുടങ്ങാനായിട്ട് എന്തെങ്കിലും
ഈ വീഡിയോ കണ്ടതിനെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് തുടങ്ങണമെന്നൊരാഗ്രഹം തോന്നിയിട്ടുണ്ടോ? എന്തായാലും നിങ്ങൾ താഴെ ഒന്ന് കമന്റ് ചെയ്ത് അറിയിക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകരുത്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ആലോചിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ഉടനെ കാണാം.